ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വിശദമായി പരിശോധിച്ച് നോക്കിയാൽ അത് പ്രത്യേകമായ അവസ്ഥയാണെന്ന് കാണാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മുടെ നാടിൻ്റേതായ അനുഭവം വെച്ചുകൊണ്ടാണ് ജനങ്ങൾ വിധി എഴുതുക. അതായത് ഈയൊരു വർഷത്തെയോ കഴിഞ്ഞ 5 വർഷത്തെയോ അനുഭവങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം അത് ആളുകൾ വിലയിരുത്തുമ്പോൾ 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് വരും. ആ താരതമ്യം അത് വലിയ തോതിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അത് പരിശോധിക്കുന്ന ഏതൊരാൾക്കും LDFൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയരുന്നതിനിടയാക്കും എന്നതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങൾ നേടിയ നേട്ടങ്ങളുണ്ടല്ലോ. അതിലൊന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. രാജ്യത്ത് വ്യാപകമായി അഴിമതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. ഇത് കണക്കാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ അനുഭവങ്ങളുണ്ടല്ലോ, ആ നാടിൻ്റെ അനുഭവത്തിൽ ഓരോ ആൾക്കും അവരവരുടേതായ അനുഭവങ്ങളുണ്ട്. നേരത്തെ അനുഭവിച്ച കാര്യങ്ങളുടെ ഓർമ്മകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ ആരെങ്കിലും നിയമിക്കുന്നതിന് ആരെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടതായി വരുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? ഇത് ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അതായിരുന്നോ പഴയകാലം? പഴയകാലത്ത് പലതിലും ചില തരത്തിലുള്ള റേറ്റുകൾ നിശ്ചയിച്ചിരുന്നല്ലോ. ആ കാലമേ മാറിപ്പോയില്ലേ? അത് കാലത്തിൻ്റെ മാറ്റം കൊണ്ട് മാത്രം സംഭവിച്ചതാണോ? ആ മാറ്റത്തിന് LDFൻ്റേതായ ഒരു പങ്കുണ്ടല്ലോ. LDF സ്വീകരിച്ച നയസമീപനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങനൊരു കാര്യം വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നാടിൻ്റെ മുന്നിലുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയുമല്ലോ. വിദ്യാഭ്യാസം